നമസ്കാരം. ബെഞ്ച് ക്ലാർക്കിന്റെ കയ്യിൽ നിന്ന് ഷീറ്റ് വാങ്ങിച്ച് നോക്കിയപ്പോൾ അതിൽ കോർലിസിന്റെ പേര് കണ്ടതും മൈക്ക് കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങിയ മൈക്ക് ഫോണിൽ നേരെ ലോർണ ടീലറെ വിളിച്ചു. ലോർണ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. മൈക്ക് എല്ലാം റെഡിയാണ്. ഓക്കെ, അതുമായിട്ട് 10:15 കോടതിയിലെത്തുക. അങ്ങനെ പറഞ്ഞിട്ട് ടൈലർ ഫോൺ കട്ട് ചെയ്ത് കോടതി മുറിയിലേക്ക് കടക്കുമ്പോൾ ബെഞ്ച് ക്ലർക്ക് ജഡ്ജി എത്താൻ പോകുന്ന അനൗൺസ്മെന്റ് നടത്തി. കൃത്യം 9 മണിക്ക് തന്നെ ജഡ്ജി ഫുൾബ്രൈറ്റ് അവരുടെ സീറ്റിലെത്തി. ജൂറി അംഗങ്ങളും ഉടൻ തന്നെ അവിടെ ഹാജരായി. അവരുടെ സീറ്റിലേക്ക് ഇരുന്നതും ജഡ്ജി ഫുൾബ്രൈറ്റ് ടോഡ് മിന്റന് നേരെ തിരിഞ്ഞു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, എന്റെ സ്റ്റാഫ് എന്നെ ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സാക്ഷി കൂടി വിസ്തരിക്കാനുണ്ടെന്നാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? ടോഡ് മിന്റനോട് ഫുൾബ്രിഡ്ജ് അങ്ങനെ ചോദിച്ചതും മിന്റൻ എണീറ്റ് ഫുൾബ്രിഡ്ജിനോട് പറഞ്ഞു, യുവർ ഓണർ, എനിക്ക് ഒരു സാക്ഷി വിസ്തരിക്കാനുണ്ട്. അത് കേട്ടതും മൈക്ക് എണീറ്റു. ഒബ്ജക്ഷൻ, യുവർ ഓണർ, ആ സാക്ഷിയെക്കുറിച്ച് ഒരു കാര്യവും ഞങ്ങളോട് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടില്ല. മൈക്കൽ ഹോളർ അത് പറഞ്ഞതും ഫുൾബ്രൈറ്റ് മിന്റിന് നേരെ നോക്കി. യുവർ ഓണർ, പ്രോസിക്യൂഷൻ സാക്ഷിയായി വരുന്നത് ഒരു ജയിൽ പുള്ളിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇന്ന് വളരെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നതാണ്. മിന്റൻ അയാളുടെ സാക്ഷിയെക്കുറിച്ച് വിശദമാക്കിയതും മൈക്കൽ ഹോളർ ഒരിക്കൽ കൂടി ഫുൾബ്രൈറ്റിനോട് പറഞ്ഞു, യുവർ ഓണർ, ഈ സാക്ഷിയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. ഞങ്ങൾ അറിയാത്തൊരു സാക്ഷിയെ ഇവിടെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ മൈക്കൽ ഹോളർ പറഞ്ഞതും ജഡ്ജി ജൂറി അംഗങ്ങളുടെ നേരെ തിരിഞ്ഞു. അവരോട് ജഡ്ജി പറഞ്ഞു, പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് ഒന്ന് പോകണം. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ജഡ്ജി ചിരിച്ചുകൊണ്ട് ജൂറി അംഗങ്ങളോട് അങ്ങനെ പറഞ്ഞതും ആ 12 ജൂറി അംഗങ്ങളും അവരുടെ സീറ്റിൽ നിന്ന് എണീറ്റ് ജഡ്ജിയുടെ പുറകിലുള്ള വാതിൽ വഴി അവരുടെ മുറിയിലേക്ക് കടന്നു. അവിടെ ജൂറി അംഗങ്ങൾക്ക് ഇരിക്കാനായി ഒരു പ്രത്യേക ചേംബറുണ്ട്. ആ ചേംബറിലേക്കാണ് അവർ പോയത്. ജൂറി അംഗങ്ങൾ മുഴുവനും അവിടെ നിന്ന് പോയി കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തിയതും ഫുൾബ്രൈറ്റ് മിന്റിനെയും മൈക്കിനെയും അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. അവർ രണ്ടുപേരും ജഡ്ജിയുടെ അടുത്തെത്തിയതും ശബ്ദം താഴ്ത്തി ജഡ്ജി മിന്റിനോട് ചോദിച്ചു, മിസ്റ്റർ പ്രോസിക്യൂട്ടർ, നിങ്ങൾ എന്താ സാക്ഷിയെക്കുറിച്ചുള്ള വിവരം ഡിഫൻസിനെ അറിയിക്കാതിരുന്നത്? യുവർ ഓണർ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. മിസ്റ്റർ മിന്റൻ, സാക്ഷി പ്രാധാന്യമുള്ളതാണോ അല്ലയോ എന്നുള്ളതല്ല. കോടതിയിൽ നിങ്ങൾ ഒരാളെ സാക്ഷിയെ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ആളെക്കുറിച്ച് ഡിഫൻസിനെ അറിയിച്ചിരിക്കണം. അത് നിയമമാണ്. നിങ്ങളത് ലംഘിച്ചിരിക്കുകയാണ്. യുവർ ഓണർ, ക്ഷമിക്കണം. ഇന്നലെ മാത്രമാണ് ഞാൻ ഈ സാക്ഷിയെക്കുറിച്ച് അറിഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽസ് ഡിഫൻസിന് കൊടുക്കാൻ പറ്റാത്തത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രോസിക്യൂട്ടർ അടുത്താണ് യഥാർത്ഥത്തിൽ ഈ സാക്ഷി നേരത്തെ എത്തിയത്. അവർ എന്റെ ടീമിലേക്ക് ഈ സാക്ഷി റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷെ എന്റെ ടീം സമയത്ത് ആ സാക്ഷിയെ എന്നെ അറിയിച്ചില്ല. അതുകൊണ്ടാണ് ഡിഫൻസിനെ അറിയിക്കാൻ പറ്റാതെ പോയത്. വളരെ വിശദമായ ഒരു എക്സ്പ്ലനേഷൻ ആണ് ടോഡ് മിന്റൻ ജഡ്ജി ഫുൾബ്രൈറ്റിന് മുന്നിൽ കോർലിസിന്റെ വിവരം മറച്ചു വെച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അത് കേട്ടതും ഫുൾബ്രൈറ്റ് മൈക്കിന് നേരെ തിരിഞ്ഞു. മിസ്റ്റർ ഹോളർ, നിങ്ങൾ എന്തു പറയുന്നു? യുവർ ഓണർ, പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന സാക്ഷി ഒരു കള്ളസാക്ഷി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. സാധാരണ ഇതിൽ തടവിലാക്കപ്പെടുന്ന ജയിൽ പുള്ളികൾ ഇതുപോലെ കള്ളസാക്ഷി പറയുന്ന പതിവുണ്ട്. ആരെ കൊണ്ടുവരുന്നതിലും എനിക്ക് വിരോധമില്ല. പക്ഷെ നേരത്തെ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണമായിരുന്നു. യുവർ ഓണർ, അങ്ങ് ഒരു കാര്യം ചെയ്യാൻ എന്നെ അനുവദിച്ചാൽ എനിക്കിതിനകത്ത് ഒബ്ജക്ഷൻ ഒന്നുമില്ല. മിസ്റ്റർ ഹോളർ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? യുവർ ഓണർ, 1 മിനിറ്റ് എന്റെ സ്റ്റാഫിനെ ഒന്ന് ഫോൺ വിളിക്കാൻ എന്നെ അനുവദിക്കണം. കോടതി മുറിക്കുള്ളിൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം ആർക്കുമില്ല. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി ഫോൺ വിളിക്കാനുള്ള അനുവാദമാണ് ഫുൾബ്രൈറ്റിനോട് ഹോളർ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഫോൺ വിളിക്കേ. അപ്പോഴേക്കും ഞാൻ ജൂറി അംഗങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഫുൾബ്രൈറ്റ് അങ്ങനെ പറഞ്ഞതും ഹോളർ അവിടെ നിന്ന് കോടതിയുടെ പുറത്തേക്ക് നടന്നു. കോടതി മുറിയുടെ വരാന്തയിൽ ഇറങ്ങിയ ഹോളർ ഫോണിൽ വിളിച്ചത് ലോർണ ടൈലറെയാണ്. ലോർണ, എവിടെ എത്തി? മൈക്ക്, ഒരു 15 മിനിറ്റ് അതിനകം ഞാൻ അവിടെ എത്തും. ഓക്കെ ലോർണ, 10:15 അവിടെ എത്തുക. ഞാൻ വാദത്തിലാണെങ്കിൽ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ശൈലിയിൽ മുറിയിലേക്ക് കടക്കുക. ബാക്കി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ശരിക്കും ആ സമയത്ത് മാത്രം കോർലിസിനെ കുറിച്ച് അറിഞ്ഞു എന്ന ഒരു ധാരണ ജഡ്ജിയിൽ ഉണ്ടാക്കുന്ന ഒരു ശൈലിയിലുള്ള അഭിനയമാണ് യഥാർത്ഥത്തിൽ നിമിഷങ്ങൾക്ക് മുമ്പ് മൈക്കൽ ഹോളർ നടത്തിയത്. ലോർണ ടൈലറോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഹോളർ കോടതി മുറിയിലേക്ക് കടക്കുമ്പോൾ ജഡ്ജിയും ജൂറി അംഗങ്ങളും അവിടെ സീറ്റിലേക്ക് ഇരിക്കുകയാണ്. അവർ സീറ്റിലേക്ക് ഇരുന്നപ്പോഴേക്കും കോടതിയിലെ സ്റ്റാഫ് അംഗങ്ങൾ കോർലിസിനെ ആ സാക്ഷിക്കൂട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കോർലിസ് സാക്ഷിക്കൂട്ടി എത്തിയതും മിന്റൻ വിസ്താരം ആരംഭിച്ചു. മിസ്റ്റർ കോർലിസ്, ഇപ്പൊ നിങ്ങൾ ജയിലിലാണോ? ഞാനിപ്പോ ഇവിടെ കോടതി മുറിയിലാണ്. അതല്ല, നിങ്ങൾ
ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളാണോ എന്നാണ് ചോദിച്ചത്. ശിക്ഷയാണെന്ന് പറയാം. പക്ഷെ ഞാനിപ്പോ ലോസ് ആഞ്ചൽസിലെ കൗണ്ടി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒരു നല്ല നടപ്പ് പരിപാടിയുടെ ഭാഗമായി വർക്ക് ചെയ്യുകയാണ്. ഓക്കെ കോർലിസ്, നിങ്ങൾ എന്നാണ് പോലീസിന്റെ പിടിയിലായത്? എന്നെ അറസ്റ്റ് ചെയ്തത് മാർച്ച് 5-നാണ്. ഓക്കെ, നിങ്ങൾ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ നിങ്ങൾക്കൊപ്പം ആ നിൽക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു. ലൂയിസ് റൂലെ ചൂണ്ടിയാണ് മിന്റൺ അങ്ങനെ ചോദിച്ചത്. റൂലെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് കോർലിസ് മിന്റനോട് പറഞ്ഞു, അതെ അയാളും ഉണ്ടായിരുന്നു. ഓക്കെ, അയാളെ നിങ്ങളെയും ഒരേ ജയിലിലാണോ പാർപ്പിച്ചത്? അല്ല, ഞാൻ വാൻവിയാസ് ജയിലിലായിരുന്നു. ഞാനിവിടെ വാൻവിയാസ് ജയിലിൽ നിന്ന് കോടതി മുറിയിൽ എത്തുമ്പോൾ കോടതിയിലെ ജയിലിൽ അത് മിസ്റ്റർ ലൂയിസ് റൂലെ ഉണ്ടായിരുന്നു. ലൂയിസ് റൂല എനിക്കൊപ്പമാണ് കോടതിയിലെ ജയിലിൽ നിന്ന് ഇവിടേക്ക് വന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ റൂലയുമായി നിങ്ങൾ സംസാരിച്ചിരുന്നു? ഞാൻ സംസാരിച്ചിരുന്നു. റൂലെ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചു? റൂലെ സംസാരിച്ചു. എന്താ സംസാരിച്ച്? റൂലെ എന്നോട് ഞാൻ എങ്ങനെയാണ് തടവിലായെന്ന് ചോദിച്ചു. ഞാൻ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടാണ് തടവിലായെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ തിരിച്ച് റൂലെ എങ്ങനെ തടവിലായെന്ന് ചോദിച്ചപ്പോഴാണ് റൂലെ എന്നോട് ആ മറുപടി പറഞ്ഞത്. എന്ത് മറുപടിയാ പറഞ്ഞേ? റൂലെ എന്നോട് പറഞ്ഞത് ഒരു അലവലാതി സ്ത്രീക്ക് അവൾക്ക് അർഹതപ്പെട്ടത് കൊടുത്തതുകൊണ്ടാണ് അവൻ പോലീസ് പിടിയിലായെന്നാണ്. കോർലിസ്, ലൂയിസ് റൂലെ ആ വാചകം തന്നെയാണ് പറഞ്ഞത്. അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു അലവലാതി സ്ത്രീക്ക് അവൾക്ക് അർഹതപ്പെട്ടത് കൊടുത്തതുകൊണ്ടാണ് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഈ സമയത്ത് ഒബ്ജക്ഷനുമായി മൈക്ക് എണീറ്റെങ്കിലും മൈക്കിന്റെ ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്തുകൊണ്ട് മിന്റനോട് വിസ്താരം തുടരാനാണ് ജഡ്ജി ഫുൾബ്രൈറ്റ് ആവശ്യപ്പെട്ടത്. മിന്റൻ കോർലിസിനോട് ചോദിച്ചു, മിസ്റ്റർ കോർലിസ്, ഈ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഞാനോ പോലീസോ ഏതെങ്കിലും ശൈലിയിൽ ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ ഒരു സഹ തടവുകാരനെ കുറിച്ച് ഇങ്ങനെ കോടതി പറയുന്നത്? ഞാൻ നിയമം അനുസരിക്കുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് ഡ്രഗ്സ് വിൽപ്പനയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും എനിക്കറിയാം അത് തെറ്റാണെന്ന്. തെറ്റായ ഏത് കാര്യം കാണുമ്പോഴും ഞാൻ സാധാരണ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കോർലിസ് നിയമം അനുസരിക്കുന്ന ഒരു തടവുപുള്ളിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് മിന്റന്റെ ഭാഗത്തുണ്ടായത്. ടോൺ മിന്റൻ കോർലിസിനെ പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായി അവതരിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ടോൺ മിന്റന്റെ വിസ്താരം കഴിഞ്ഞപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ടോൺ മിന്റൻ അയാളുടെ സീറ്റിലേക്ക് ഇരുന്നതും ഫുൾബ്രൈറ്റ് മൈക്കിൾ ഹോളർ നോക്കി. മിസ്റ്റർ ഹോളർ, ജഡ്ജി വിളിക്കുന്ന കേട്ടതും ഹോളർ എണീറ്റു. ഹോളർ അല്പം സമയമെടുത്ത് നടന്ന് ആ പോഡിയം ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. അവിടെ വന്നിട്ട് അയാൾ തിരിഞ്ഞ് കോടതി മുറിയിലെ ആ വലിയ ക്ലോക്കിലേക്ക് നോക്കി. സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റാണ്. ശരിക്കും സാവകാശം ക്ലോക്കിലേക്ക് നോക്കിയതിനു ശേഷം ഹോളർ ഓഡിയൻസിനെ ഒന്ന് നോക്കി. ഓഡിയൻസിനിടയിൽ മെൻഡസിനെ അറസ്റ്റ് ചെയ്ത ഡിറ്റക്റ്റീവ് കർട്ടൻ ഇരിപ്പുണ്ട്. അതുപോലെ സെബലും ലാൻഫോർഡും ഉണ്ട്. ഡോബ്സും വിൻസറും ഉണ്ട്. അവരെല്ലാം ഒന്ന് നോക്കിയിട്ട് അല്പം സമയമെടുത്ത് കോളർ ഹോർലിസിന് അടുത്തേക്ക് വന്നു. മിസ്റ്റർ കോർലിസ്, നിങ്ങൾ ജയിലിലായത് എന്ത് കുറ്റത്തിന്റെ പേരിലാണെന്നാ പറഞ്ഞ്? ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ച സമയത്ത് പോലീസ് എന്നെ പിടികൂടിയതാണ്. ഓക്കെ കോർലിസ്, നിങ്ങൾ എപ്പോഴാണ് മിസ്റ്റർ ലൂയിസ് റൂലെ പരിചയപ്പെട്ടത്? അത് എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേന്ന് തന്നെ പരിചയപ്പെട്ടായിരുന്നു. റൂലെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പരിചയപ്പെടുകയായിരുന്നു? അങ്ങനെയല്ല, ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന ആളാണ്. ലൂയിസ് റൂലെയും സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടതാണ്. ഓക്കെ, എവിടെ വെച്ചാണ് നിങ്ങളോട് റൂലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അത് ഞങ്ങളിങ്ങനെ ബസ് വരുമ്പോ. മിസ്റ്റർ കോർലിസ്, ബസ്സിൽ വരുമ്പോഴാണോ പറഞ്ഞത്? അതെ, ബസ് വരുമ്പോഴാണ് പറഞ്ഞത്. ബസ്സിൽ നിങ്ങളെ കൂടാതെ വേറെയും 6 പ്രതികൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ 6 പേരെയും ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയാൽ അവർ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം സമ്മതിക്കൂ? ഹോളറുടെ ആ ചോദ്യം കേട്ടപ്പോ കോർലിസ് ഒന്ന് പരിങ്ങി. ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്, റൂലെ എന്നോട് ബസ്സിൽ വെച്ചല്ല സംസാരിച്ചത്. ബസ്സിൽ ഞാൻ റൂലയും വെവ്വേറെ സീറ്റുകളിലായി ഇരുന്നത്. റൂലെ എന്നോട് സംസാരിക്കുന്നത് ഇവിടെ ഈ കോടതിയിൽ എത്തിയതിനു ശേഷമാണ്. കോടതിയിൽ എത്തിയതിനു ശേഷമാണെന്ന് പറഞ്ഞാൽ ഈ കോടതിയിലേക്ക് കടക്കാനായിട്ട് ഒരു ഗ്ലാസ് മുറിയിൽ നമ്മളെ കൊണ്ട് ഇരുത്തില്ലേ, അവിടെ ഇരുത്തിയപ്പോ ഞാനും ലൂയിസും അടുത്തടുത്തായിരുന്നു. ഓക്കെ കോർലിസ്, അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഗ്ലാസ് മുറിക്കകത്ത് വെച്ചാണ് റൂലെ നിങ്ങളോട് സംസാരിച്ചതെന്നാണ്? ആട്ടെ, എന്താ സംസാരിച്ചത്? ഒരു അലവലാതി സ്ത്രീക്ക് അർഹതപ്പെട്ടത് കൊടുത്തു എന്നാണ്. അങ്ങനെ കോർലിസ് പറഞ്ഞതും ലൂയിസ് റൂലെ ഉറക്കെ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, അത് കള്ളമാണ്, അപ്പൊ കള്ളമാ പറയുന്നത്. ലൂയിസ് റൂലെ ആ വാചകം പറഞ്ഞതും ജഡ്ജി ഫുൾബ്രൈറ്റ് മൈക്കിൾ ഹാളറോട് പറഞ്ഞു, മിസ്റ്റർ ഹോളർ, നിങ്ങളുടെ കക്ഷിക്ക് കോടതി മുറിയിൽ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അങ്ങനെ ഫുൾബ്രൈറ്റ് ഹോളറോട് ചോദിച്ചതും ഹോളർ നടന്ന് ലൂയിസിന് അടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി ലൂയിസിനോട് പറഞ്ഞു, ലൂയിസ് കറക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഇനി മിണ്ടരുത്. അങ്ങനെ പറഞ്ഞിട്ട് ലൂയിസ് ജഡ്ജി നോക്കി ജഡ്ജിയോട് പറഞ്ഞു, യുവർ ഓണർ ക്ഷമിക്കണം, എന്റെ കക്ഷി പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അങ്ങനെ ജഡ്ജിയോട് ഹോളർ പറഞ്ഞപ്പോ കോടതി മുറിയുടെ പുറകുവശത്ത് ഒരു അനക്കം കേട്ടു. ആ അനക്കം കേട്ട ഭാഗത്തേക്ക് ഹോളർ തിരിച്ചു നോക്കുമ്പോൾ ആ
ഓഡിയൻസിന്റെ ഇടയിൽ കൂടി സാക്ഷാൽ ലോർണ ടെയ്ലർ നടന്നു വരുന്നതാണ് ഹോളർ കണ്ടത്. ലോർണ ടെയ്ലർ കോടതി മുറിക്ക് ഉള്ളിലേക്ക് വരികയാണ്. അത് കണ്ടതും ഹോളർ ജഡ്ജി ഫുൾബ്രൈറ്റിനോട് പറഞ്ഞു, യുവർ ഓണർ, എന്റെ സ്റ്റാഫിനെ ഞാനത് കണ്ടോട്ടെ. ഓക്കെ. ഫുൾബ്രൈറ്റ് അനുവദിച്ചതും ഹോളർ നേരെ ലോർണയുടെ അടുത്ത് വന്നു. ലോർണയുടെ അടുത്ത് ഹോളർ എത്തിയപ്പോൾ ഒരു സീഡിയും ഒരു പത്ര കട്ടിങ്ങും ലോർണ ഹോളർ കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം ശബ്ദം താഴ്ത്തി ഹോളറുടെ ചെവിയിലേക്ക് എന്തൊക്കെയോ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം ലോർണ ടെയ്ലർ ഹോളറോട് പറയുകയാണെന്ന് ആ കാഴ്ച കാണുന്ന ആർക്കും മനസ്സിലാവും. ടെയ്ലർ പറഞ്ഞതും ഹോളർ ശബ്ദം താഴ്ത്തി ടെയ്ലറോട് സാവധാനം പറഞ്ഞു, ഏയ് ലോർണ, അഭിനയം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, നീ പുറത്തിറങ്ങിക്കോ. നിന്നെ ആരും പിന്നീട് ഫോളോ ചെയ്യാൻ ഇടവരരുത്. അങ്ങനെ ലോർണ ടെയ്ലറോട് ഹോളർ പറഞ്ഞതും ലോർണ പെട്ടെന്ന് തന്നെ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹോളറുടെ സ്റ്റാഫ് ഹോളറുടെ കയ്യിലേക്ക് എത്തിച്ചുവെന്ന് സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗമായിരിക്കുന്ന ആളുകൾക്കും ജൂറി അംഗങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. ഡോബ്സിനും വിൻസർക്കും അതുപോലെ റൂലയ്ക്കും ആ തോന്നലുണ്ട്. ഹോളറുടെ കയ്യിൽ ഇപ്പൊ ഒരു സീഡിയും അതുപോലെ ഒരു പത്രവും ഉണ്ട്. ഹോളർ ഫുൾബ്രൈറ്റിനെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, യുവർ ഓണർ, മിസ്റ്റർ കോർലിസ് പറയുന്ന കാര്യത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകൾ കോടതിക്ക് ബോധ്യമാകണമെങ്കിൽ കോടതി ഈ സീഡി ഒന്ന് കാണണം. ഹോളർ അത് പറഞ്ഞതും മിന്റൺ ചാടി എണീറ്റു. ഒബ്ജക്ഷൻ, ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് അഡീഷണൽ തെളിവ് കൊണ്ടുവരാൻ ഡിഫൻസിന് അധികാരമില്ല. അങ്ങനെ മിന്റൺ പറഞ്ഞതും ഫുൾബ്രൈറ്റ് അതിനെ ഓവർ റൂൾ ചെയ്തു. മിസ്റ്റർ മിന്റൺ, എന്താണ് തെളിവെന്ന് നമുക്ക് കണ്ടു നോക്കാം. തെളിവിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാം. ഇവരോട് തെളിവിന്റെ സത്യസന്ധത നമ്മൾ വിലയിരുത്തിയിട്ടില്ല. അങ്ങനെ മിന്റൺ പറഞ്ഞതും ഹോളർ ജഡ്ജിയോടായി പറഞ്ഞു, ഇവരോട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അനുബന്ധ തെളിവുകൾ വേണമെന്ന് കോടതി പറഞ്ഞാൽ അത് ഉറപ്പായും ഞാൻ എത്തിക്കാം. അങ്ങനെ ഹോളർ പറഞ്ഞപ്പോൾ വീണ്ടും ഒബ്ജക്ഷനുമായി മിന്റൺ എണീറ്റെങ്കിലും ഫുൾബ്രൈറ്റ് ആ ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്തു. ഉടൻ തന്നെ കോടതിയിൽ സ്റ്റാഫ് അംഗങ്ങൾ ടിവിയിൽ ആ വീഡിയോ കാണിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. കോർലിസിനും എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ആ ടി അറേഞ്ച് ചെയ്ത് വെച്ചതും ആ ടിവിയിൽ വിഷ്വൽ പ്ലേ ചെയ്തു തുടങ്ങി. ലൂയിസ് റൂലയെ കോടതിയിൽ കൊണ്ടുവന്ന ദിവസം ഒരു വീഡിയോഗ്രാഫർ ഷൂട്ട് ചെയ്ത ആ വിഷ്വലാണ് ഇപ്പൊ അവിടെ പ്ലേ ചെയ്യുന്നത്. ടിവിയിൽ വരാതിരിക്കാൻ വേണ്ടി $10,000 കൊടുത്ത് ഡോബ്സിന്റെ ആവശ്യപ്രകാരം മൈക്കൽ ഹോളർ വിലയ്ക്ക് വാങ്ങിച്ച അതേ വിഷ്വലാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ആ വിഷ്വലിൽ കോടതി മുറിക്കുള്ളിലെ ജയിലിൽ നിന്ന് ആ ഗ്ലാസ് മുറിയിലേക്ക് ലൂയിസ് റൂലെ വരുന്നത് മുതലുള്ള രംഗങ്ങളുണ്ട്. ലൂയിസ് റൂലെയാണ് ആദ്യം ആ മുറിയിലേക്ക് കടക്കുന്നത്. ലൂയിസ് റൂലെ ആ ഗ്ലാസ് മുറിയിലേക്ക് നടന്നു വന്ന് ഒരു സീറ്റിലിരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ വേറെയും ആളുകൾ ആ മുറിയിലേക്ക് വന്നു. അവരൊരു 6 പേരുണ്ട്. അവിടെ പുറകെയാണ് കോർലിസ് എത്തുന്നത്. കോർലിസ് ആ ഗ്ലാസ് മുറിയുടെ ഏറ്റവും പുറകുവശത്താണ്. മുൻഭാഗത്ത് സാക്ഷാൽ ലൂയിസ് റൂലെയാണ്. ലൂയിസ് റൂലെ ആ മുറിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ റൂലയുടെ കേസ് വിളിക്കുന്നു. മുൻഭാഗത്തെ വാതിൽ തുറക്കപ്പെടുന്നു. റൂലെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കോടതി മുറിയിലേക്ക് വരുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. വിചാരണയുടെ നടപടികളും അതിനകത്ത് കാണാം. അവിടെ വെച്ച് ആ വിഷ്വൽ സ്റ്റോപ്പ് ചെയ്തിട്ട് മൈക്കൽ ഹോളർ കോർലിസിനോട് ചോദിച്ചു, മിസ്റ്റർ കോർലിസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ ഗ്ലാസ് മുറിക്കകത്ത് വെച്ച് നിങ്ങൾ ലൂയിസ് റൂലെയുമായി സംസാരിച്ചു എന്നാണ്. ഈ വിഷ്വൽ പക്ഷേ നമ്മളോട് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഈ മുറിക്കുള്ളിൽ വെച്ച് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ്. നിങ്ങൾ എന്താ കോടതിയെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്? കോർലിസിനോടുള്ള മൈക്കൽ ഹോളറുടെ ആ ചോദ്യം ശരിക്കും കോർലിസിനെ ഒന്ന് കുഴക്കിന്ന് പറയാം. കോർലിസ് പെട്ടെന്ന് ഹോളറോട് പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, ഞാൻ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. ഞാൻ ഈ ഗ്ലാസ് മുറി വെച്ചായിരിക്കില്ല സംസാരിച്ചത്, ചിലപ്പോൾ ഞാൻ ബസ് വെച്ചായിരിക്കും. ഏയ്, നേരത്തെ കോർലിസ് പറഞ്ഞത് ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടില്ല എന്നാണല്ലോ. അല്ല, ചിലപ്പോ ഞാൻ നേരത്തെ കോടതിയിൽ നിന്ന് വന്നപ്പോ. നോക്ക് കോർലിസ്, കള്ളസാക്ഷി പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ലേ? അല്ല, ഞാൻ കള്ളസാക്ഷ്യത്തിൽ പറയാറില്ല. മിസ്റ്റർ കോർലിസ്, നിങ്ങൾ ഇത് ആദ്യമായിട്ടല്ല കോടതിയിൽ കള്ളസാക്ഷ്യം പറയുന്നത്. നിങ്ങൾ നേരത്തെയും പ്രോസിക്യൂഷന് വേണ്ടി കള്ളസാക്ഷി പറയാറുണ്ട്. ഏയ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മിസ്റ്റർ കോർലിസ്, നിങ്ങൾ 92-ൽ മിസ്റ്റർ ഡഗ്ലസിനെതിരെ സാക്ഷി പറഞ്ഞത് മറന്നുപോയോ? ഡഗ്ലസോ? അതെ, ഡഗ്ലസ്, ഒരു മൈനർ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിന്റെ പേരിൽ കോടതി ശിക്ഷിച്ച അതേ ഡഗ്ലസ്. ഓർമ്മയില്ലേ ഡഗ്ലസിനെ? ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഡഗ്ലസിനെതിരെ കോടതിയുടെ വിധി ഉണ്ടാകാനുള്ള കാരണം നിങ്ങളുടെ സാക്ഷിമൊഴിയാണ്. നിങ്ങൾക്കൊപ്പം ജയിൽ മുറിയിൽ ഉണ്ടായിരുന്ന ഡഗ്ലസ് നിങ്ങളോട് ആ മൈനറെ റേപ്പ് ചെയ്തൊന്ന് സമ്മതിച്ചു എന്നാണ് നിങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായപ്പോൾ സൂചിപ്പിച്ചത്. അങ്ങനെയല്ലേ? അത് പിന്നെ എന്നോട് പറഞ്ഞാൽ ഞാൻ പിന്നെ പറയാതിരിക്കൂ. പക്ഷേ മിസ്റ്റർ കോർലിസ്, 8 വർഷങ്ങൾക്ക് ശേഷം കോടതി മറ്റൊരാളെ ശിക്ഷിച്ചപ്പോൾ അയാൾ ആ മൈനറെ റേപ്പ് ചെയ്തതിനാണ് ശിക്ഷിക്കപ്പെട്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഞാൻ കേട്ടിട്ടുണ്ട്. മിസ്റ്റർ കോർലിസ്, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. ഡഗ്ലസ് നിരപരാധിയായിരുന്നുവെന്നും നിരപരാധിയായ ഡഗ്ലസിനെ നിങ്ങൾ മനഃപൂർവ്വം പ്രോസിക്യൂഷന് വേണ്ടി കള്ളസാക്ഷി പറഞ്ഞ് കുടുക്കിയതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
അതിന്റെ പേരിൽ ഒരു വാർത്തയുണ്ട്, ഈ വാർത്ത നിങ്ങളൊന്ന് വായിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അരിസോണയിലെ ആ ദിവസത്തെ പത്രം ഹോളർ കോർലിസിന്റെ കയ്യിലേക്ക് കൊടുത്തു. മിസ്റ്റർ കോർലിസ്, നിങ്ങൾ ആ വാർത്ത വായിക്കണം. കോർലിസ് ആ പത്രമെടുത്ത് സാവധാനം വായിച്ചു തുടങ്ങി. ശരിക്കും വിശദമായ ഒരു വാർത്തയാണ് കോർലിസ് വായിച്ചത്. ഡഗ്ലസ് എന്ന വ്യക്തിയെ കോടതി ഒരു മൈനർ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിന് ശിക്ഷിച്ചിരുന്നു. ശിക്ഷ ഏകദേശം 8 വർഷമാകാറായപ്പോൾ പോലീസ് ഒരാളെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് പോലീസിന് നിർണായകമായ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. നേരത്തെ ഡഗ്ലസ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിരുന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്തത് ആ വ്യക്തിയാണെന്ന് അയാൾ സമ്മതിച്ചു. അയാളുടെ സമ്മതം കിട്ടിയപ്പോൾ പോലീസ് നേരത്തെ ശേഖരിച്ചു വെച്ചിരുന്ന സാമ്പിളുകൾ ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ട സെമൻ DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ സെമൻ അറസ്റ്റ് ചെയ്യപ്പെട്ട പുതിയ ആളിന്റെ സെമനാണെന്ന് കണ്ടെത്തിയിരുന്നു. അതിന് ഡഗ്ലസുമായി ഒരു ബന്ധവുമില്ല. തികച്ചും നിരപരാധിയായ ഒരു കക്ഷിയെ കള്ളസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷിക്കുകയായിരുന്നു എന്നാണ് പത്രത്തിലെ റിപ്പോർട്ട്. കോർലിസ് ആ റിപ്പോർട്ട് അതുപോലെ വായിച്ചു. ആ വായനയുടെ അവസാനം പത്രത്തിൽ വിശദമായി ആരാണ് കള്ളസാക്ഷി എന്ന് സൂചിപ്പിക്കുകയാണ്. ഡഗ്ലസിനെതിരെ കള്ളസാക്ഷി പറഞ്ഞത് ഓൺ മിസ്റ്റർ DJ കോർലിസ് ആണ്. DJ കോർലിസ് ഇതുപോലെ പ്രോസിക്യൂഷന് വേണ്ടി കള്ളസാക്ഷി പറയാനായി സ്ഥിരമായി കോടതി വരുന്ന വ്യക്തിയാണ്. കോർലിസ് ആ വാചകവും അതുപോലെ തന്നെ വായിച്ചു. അത്രയും വായിച്ചു കഴിഞ്ഞതും ഹോളർ കോർലിസിനോട് പറഞ്ഞു, മതി മതി. അങ്ങനെ പറഞ്ഞിട്ട് ഹോളർ കോർലിസിനോട് ചോദിച്ചു, മിസ്റ്റർ കോർലിസ്, നിങ്ങൾ ഒരാളെ കള്ളസാക്ഷി പറഞ്ഞ് 8 കൊല്ലമാണ് ജയിലിൽ കിടത്തിയത്, അതും തികച്ചും ഒരു നിരപരാധിയെ. നിങ്ങൾ കള്ളസാക്ഷി പറയാൻ വേണ്ടി മാത്രം കോടതിയിൽ ഇങ്ങനെ വരുന്നത് ശരിയാണോ? നിങ്ങൾ ഇവിടെ ലൂയിസിനെതിരെ പറഞ്ഞതും കള്ളമല്ലേ? ലൂയിസിനെതിരെ ഞാൻ പറഞ്ഞ കള്ളമൊന്നുമല്ല. ഈ ലൂയിസ് നേരത്തെ ഒരു സ്ത്രീയെ പച്ചയ്ക്ക് ചുട്ടുകൊന്നിട്ടുണ്ട്. ചുട്ടുകൊന്നു? അതെ അതെ, ഒരു സ്നേക്ക് ഡാൻസറെ, ഈ പാമ്പിന്റെ കൂട്ടിനകത്തുനിന്നൊക്കെ പുറത്തേക്ക് എണീറ്റ് വരുമ്പോൾ എണീറ്റ് വന്ന് ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ഈ ലൂയിസ് കൊന്നതാണ്. കോർലിസിന്റെ ആ വാചകം കേട്ട ലൂയിസ് ശരിക്കും അമ്പരപ്പോടെ കോർലിസിനെ തന്നെ നോക്കുകയാണ്. ശരിക്കും അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ഞെട്ടലുണ്ട്. ഞെട്ടലിലൂടെ ലൂയിസ് റൂലെ കോർലിസിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജഡ്ജി ഫുൾബ്രൈറ്റ് ജൂറി അംഗങ്ങളോട് പറഞ്ഞു, പ്ലീസ് നിങ്ങൾ 1 മണിക്ക് വന്നാൽ മതി, നമുക്ക് ഒന്ന് പിരിയാം. ഫുൾബ്രൈറ്റ് ചിരിച്ചുകൊണ്ട് ജൂറി അംഗങ്ങളോട് അങ്ങനെ പറഞ്ഞതും ആ ജൂറി അംഗങ്ങൾ അവരുടെ ചേംബറിലേക്ക് മടങ്ങി. ഇതുവരെ കേട്ട കാര്യങ്ങൾ ഒരു രേഖയാക്കി മാറ്റി ജൂറി അംഗങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കണം. അവരുടെ തീരുമാനം അവർ പറയുകയും വേണം. അതിനുള്ള സമയം അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഫുൾബ്രൈറ്റ് അവരെ മുറിയിലേക്ക് വിട്ടതെന്ന് അത് കേട്ടപ്പോൾ തന്നെ ജൂറി അംഗങ്ങൾക്ക് മനസ്സിലായി. ജൂറി അംഗങ്ങൾ പോയി കഴിഞ്ഞതും ഫുൾബ്രൈറ്റ് കോടതി ജീവനക്കാരനെ നോക്കി. അയാളോട് കോർലിസിനെ അവിടുന്ന് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം ഫുൾബ്രൈറ്റ് കൊടുത്തു. കോടതി ജീവനക്കാരൻ കോർലിസിനെ അവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞതും ഫുൾബ്രൈറ്റ് മിന്റിനെ ഒന്ന് നോക്കി. അതിനുശേഷം മിന്റിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ചേംബറിലേക്ക് പോവുകയാണ്, നിങ്ങൾ 2 പേരും ഉടൻ ചേംബറിലെത്തണം. ശരിക്കും മുഴങ്ങുന്ന ശബ്ദത്തിലാണ് ജഡ്ജ് ഫുൾബ്രൈറ്റ് ആ വാചകം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഫുൾബ്രൈറ്റ് അവരുടെ ചേംബറിലേക്ക് മടങ്ങി. മിന്റിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. മിന്റനും മൈക്കൽ ഹോളറും ജഡ്ജ് ഫുൾബ്രൈറ്റിന്റെ ചേംബറിലെത്തുമ്പോൾ അവര് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മിന്റനും മൈക്കൽ ഹോളറും അകത്തേക്ക് കടന്നതും അവരുടെ സിഗരറ്റ് ഒന്ന് കുത്തി അണച്ചിട്ട് അവരുടെ സീറ്റിലേക്ക് ഇരുന്നു. 2 പേരും നിൽക്കുന്ന കണ്ടതും അവർ മിന്റനോടും ഹോളറോടും ഇരിക്കാൻ പറഞ്ഞു. ശരിക്കും ഒരു ഭയം മിന്റനുണ്ട്. കസേരയിൽ ലേശം ഭയത്തോടെ ഇരുന്ന മിന്റനെ ഒന്ന് നോക്കിയിട്ട് ഫുൾബ്രൈറ്റ് മിന്റനോട് ചോദിച്ചു, മിസ്റ്റർ പ്രോസിക്യൂട്ടർ, എന്തായി കാണുന്നത്? യുവർ ഓണർ, സത്യമായിട്ടും എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ഒരു സാക്ഷിയെ കോടതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ സാക്ഷിയുടെ സത്യസന്ധത വിലയിരുത്തുക എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ചുമതലയല്ലേ? മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ഒരു കള്ളസാക്ഷിയാണ് നിങ്ങൾ എന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. എന്റെ കോടതിയിൽ ഒരു കള്ളസാക്ഷിയും അവതരിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കാറില്ല. ഡു ഗെറ്റ് ഇറ്റ്? ശരിക്കും ദേഷ്യത്തോടു കൂടി ഫുൾബ്രൈറ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ ടെഡ് മിന്റൺ ഫുൾബ്രൈറ്റിനോട് പറഞ്ഞു, യുവർ ഓണർ, ക്ഷമിക്കണം, ഈ സാക്ഷിയെക്കുറിച്ചുള്ള വിവരം എനിക്ക് ഈ അടുത്ത ദിവസമാണ് കിട്ടിയത്. അതുകൊണ്ട് ആ സാക്ഷിയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ തിരക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ടെഡ് മിന്റൺ പറഞ്ഞതും ഫുൾബ്രൈറ്റ് മൈക്കിനെ ഒന്ന് നോക്കി. മിസ്റ്റർ മൈക്ക്, ഇവർ അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത്? യുവർ ഓണർ, ഇവർ പറയുന്നത് 6 മാസത്തെ തടവായി ചാർജ് കുറയ്ക്കാന്നാണ്. മിസ്റ്റർ മൈക്കൽ ഹോളർ, നിങ്ങൾ എന്താ പറയുന്നത്? യുവർ ഓണർ, എന്റെ കക്ഷി ശരിക്കും നിരപരാധിയാണ്. അത് മാത്രമല്ല യുവർ ഓണർ, ഇവര് നേരത്തെ കത്തിയുടെ കേസിലും ഒരു കള്ളത്തരം കാണിച്ചു. കത്തിയുടെ കേസിലോ? അതെന്താ സംഭവം? മിസ്റ്റർ മിന്റൺ പറയണം. മൈക്ക് എങ്ങനെ പറഞ്ഞതും മിന്റൺ മൈക്കിനോട് പറഞ്ഞു, കത്തിയോ വേണ്ടവിടെ എനിക്കൊന്നും അറിയത്തില്ല. മിസ്റ്റർ മിന്റൺ, എന്താണ് സംഭവം? അത് പറയൂ. ഫുൾബ്രൈറ്റ് ശബ്ദമുയർത്തി മിന്നോട് സംസാരിച്ചിട്ടും മിന്റന്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഇല്ല. അത് കണ്ടതും ഫുൾബ്രൈറ്റ് മൈക്കിന് നേരെ നോക്കിയിട്ട് മൈക്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഹോളർ, എന്താ സംഭവം?
യുവർ ഓണർ, ഇവിടെ കോടതിയിൽ ഹാജരാക്കിയ കത്തിയുടെ ഫോട്ടോഗ്രാഫ്സ് ഇവര് നേരത്തെ എടുത്തിരുന്നു. ആ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യാനായി എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നേരത്തെ ഇവരെ സമീപിച്ചിരുന്നതാണ്. ആ സമയത്ത് ഇവർ എന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഒരു ഫോട്ടോ കൊടുത്തിരുന്നു. ആ ഫോട്ടോയും ഈ കത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളെ മനഃപൂർവ്വം ഒരു പറ്റിക്കായിരുന്നു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, നിങ്ങൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഇവിടെ ഡിഫൻസിന്റെ ഭാഗമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പാടില്ല എന്നത് ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഡിഫൻസ് സാധാരണ ചെയ്യാറുണ്ട്. അവർ ശേഖരിക്കുന്ന വിവരം തെറ്റാകാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ഗെയിം കളിക്കുന്നത് ശരിയാണോ? യുവർ ഓണർ, ഞാനല്ല ചെയ്തത്, അത് പോലീസ് ഡിപ്പാർട്ട്മെന്റാ ചെയ്തത്. മിസ്റ്റർ പബ്ലിക് പ്രോസിക്യൂട്ടർ, നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വിഷയവുമായി ഒരു അറിവുമില്ലെന്നാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നു പോലീസാണ് അത് ചെയ്തതെന്ന്. എന്ന് പറഞ്ഞാൽ പോലീസ് അത് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാമെന്നല്ലേ? ഫുൾ ബ്രൈറ്റ് വളരെ ഷാർപ്പായിട്ട് അങ്ങനെ ചോദ്യം ചോദിച്ചതും മിന്റന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. നോക്കൂ മിസ്റ്റർ മിന്റൺ, ഞാൻ അരമണിക്കൂർ കഴിയുമ്പോൾ വിധി പറയും. ഡയറക്റ്റ് വിധിയാ പറയാൻ പോകുന്നത്. യുവർ ഓണർ, ജൂറി ഇത്രയും ദിവസം ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതൊക്കെ ഞാൻ ജൂറിയോട് പറഞ്ഞോളാം. ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വിധി പറയാൻ പോവുകയാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ കോടതി കൂടും. ആ സമയത്ത് നിങ്ങളുടെ സീനിയർ ഉണ്ടല്ലോ മിസ്റ്റർ സ്മിത്സൺ, അയാള് കോടതിയിൽ ഉണ്ടാകണം. വളരെ വ്യക്തമായ ഒരു ഉത്തരവാണ് മിന്റന് ഇപ്പോ ഫുൾ ബ്രൈറ്റ് കൊടുത്തത്. വാൻ റിയാസ് മേഖലയുടെ പൂർണ്ണ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി സ്മിത്സൺ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഇതാ അവർ ഉത്തരവിട്ടിരിക്കുന്നത്. മിന്റനും മൈക്കിൾ ഹോളറും കൂടി കോടതി കൂടി നിന്ന് പുറത്തിറങ്ങുമ്പോൾ കോടതിയിൽ ആരുമില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കോടതി കൂടുമെന്നുള്ള അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എല്ലാവരും കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മൈക്കിൾ ഹോളർ പുറത്തേക്ക് നടക്കുന്ന കണ്ടതും മിന്റൻ ഹോളറെ പിടിച്ചു നിർത്തി. മിസ്റ്റർ ഹോളർ, ദയവായി ഒന്ന് നിൽക്കണേ. ഏയ് മിന്റൻ, ഇനി എന്താ പറയാനുള്ളത്? മിസ്റ്റർ ഹോളർ, ദയവായി എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം. എന്തിന്? ഞാൻ എന്റെ ഹയർ അതോറിറ്റിയോട് ഒന്ന് സംസാരിക്കട്ടെ. മിസ്റ്റർ മിന്റൻ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ ഹോളർ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. ഞാൻ എന്റെ ഹയർ അതോറിറ്റിയോട് ഒന്ന് സംസാരിച്ചിട്ട് ഒരു ധാരണയാകാം. നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഒന്ന് തരണം. മിന്റൻ അങ്ങനെ പറഞ്ഞപ്പോ മൈക്കിൾ ഹോളർ അയാളുടെ നമ്പർ കൊടുത്തു. അതിനുശേഷം മൈക്കിൾ ഹോളർ പുറത്തേക്കും മിന്റൻ അയാളുടെ അറ്റോർണി ഓഫീസിലേക്ക് നടന്നു. ഹോളർ പുറത്തെത്തുമ്പോ പുറത്ത് ഡോബ്സും വിൻസറും ലൂയിസും ഒക്കെ ഹോളറെ കാത്തു നിൽക്കുകയാണ്. മൈക്ക്, എന്തിനാ ജഡ്ജി വിളിപ്പിച്ചത്? ഡോബ്സ് ശരിക്കും ആകാംക്ഷയോടാണ് ചോദിക്കുന്നത്. ഡോബ്സിനെയും വിൻസറെയും ലൂയിസിനെയും നോക്കിയിട്ട് മൈക്കിൾ ഹോളർ അവരോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ജഡ്ജി ഡയറക്റ്റ് വിധിയിലേക്ക് കടക്കുന്നു എന്നാണ്. മൈക്ക്, അത് പറ്റൂ? ഈ ജൂറിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ജഡ്ജിക്ക് അങ്ങനെ ഡയറക്റ്റ് വിധി പറയാൻ പറ്റൂ? മിസ്റ്റർ ഡോബ്സ്, നിങ്ങൾക്ക് അറിയാമല്ലോ, അവര് ജഡ്ജല്ലേ, അവർക്കല്ലേ പൂർണ്ണമായ അധികാരമുള്ളത്. ഡോബ്സിനും അക്കാര്യം അറിയാം. ജൂറി അംഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് ജഡ്ജിക്ക് തീരുമാനം പറയാം. ജഡ്ജി ഡയറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം പറയാൻ പോവുകയാണെന്ന് ഒരു ധാരണ വന്നതും വിൻസർക്കും അതുപോലെ ലൂയിസിനൊക്കെ ഒരു ടെൻഷനായി. ആലിസ് മേരി വിൻസർ മൈക്കിനോട് ചോദിച്ചു, മിസ്റ്റർ മൈക്ക്, എന്തായിരിക്കും വിധി? എന്നോട് സംസാരിച്ചനുസരിച്ചാണെങ്കിൽ നമുക്ക് ഒരു സാധ്യതയുണ്ട്. അവർ പ്രോസിക്യൂഷന്റെ കള്ളസാക്ഷിയിൽ വല്ലാതെ അജിറ്റേറ്റഡ് ആണ്. നേരത്തെ കോടതിയിൽ മൈക്ക് കോളിസിനെ പൊളിച്ചെടുക്കുമ്പോൾ കോളിസ് കള്ളസാക്ഷിയാണെന്നുള്ള കാര്യം കോടതിയിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട കേസാണ്. ഫുൾ ബ്രൈറ്റ് ഒരിക്കലും അനുവദിക്കാൻ സാധ്യതയില്ലാത്തത് ഒരു കള്ളസാക്ഷിയാണ്. കള്ളസാക്ഷിയെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചതോടുകൂടി പ്രോസിക്യൂഷനിലുള്ള വിശ്വാസം ജഡ്ജ് ഫുൾ ബ്രൈറ്റിന് പോയി കാണുമെന്ന് ഒരു ഫീല് അവർക്കും ഉണ്ട്. കോടതി വിധി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് വിൻസറോടും ലൂയിസിനോടും ഡോബ്സിനോടും മൈക്ക് സംസാരിക്കുമ്പോൾ ലൂയിസ് മൈക്കിനോട് പറഞ്ഞു, മൈക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മൈക്കിനെ ലൂയിസ് മാറ്റി നിർത്തി മൈക്കിനോട് ചോദിച്ചു, മൈക്ക്, ആ കോർലിസ് ഒരു സ്നേക്ക് ഡാൻസറെ കുറിച്ച് കോടതി പറഞ്ഞല്ലോ, അതെന്താ സംഭവം? അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ലൂയിസ്, അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലേ? അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലേ? ലൂയിസ്, ഇനി നിനക്ക് അതുമായിട്ട് പങ്കുണ്ടോ? അങ്ങനെയൊന്നുമല്ല. എന്നാലും അയാള് അതെങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെ ലൂയിസ് പറയുമ്പോഴേക്കും മൈക്കിൾ ഹോളുടെ കണ്ണുകൾ സെബിൽ പതിഞ്ഞു. ഡിറ്റക്റ്റീവ് സെബിൽ അല്പം മാറി നിൽക്കുകയാണ്. ലൂയിസിനോട് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ഹോളർ സെബിലിന്റെ അടുത്തെത്തി. സെബലിന്റെ അടുത്തെത്തിയ മൈക്കിൾ സെബലിനോട് ചോദിച്ചു, മിസ് സെബൽ, നിങ്ങൾ എന്താ ഇന്നിവിടെ വന്നത്? എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടോ? മൈക്കിൾ, നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നില്ലേ? നിങ്ങളുടെ വിചാരണ കാണാൻ കോടതിയിലേക്ക് വരണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ വന്നത്. സെബല് വളരെ കൂളായിട്ടാണ് അങ്ങനെ പറയുന്നത്. മിസ് സെബൽ, എവിടെ നിങ്ങളുടെ സുഹൃത്ത് ലാൻഡ്ഫോർഡും? അദ്ദേഹം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്തോ ഒരു സംഭവം അവിടെ നടക്കാൻ പോവുകയാണെന്ന് സെബലിന്റെ ആ വാചകം മൈക്കിളിനെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കേസ് തീരുമ്പോൾ മൈക്കിളിനെ അവർ പോക്കും. അക്കാര്യത്തിൽ ഇപ്പോൾ മൈക്കിൾ ഒരു സംശയവുമില്ല. സെബലും ലാൻഡ്ഫോർഡും വെയിറ്റ് ചെയ്യുന്നത് ബാലിസ്റ്റിക് വിദഗ്ധരുടെ റിസൾട്ടിന് വേണ്ടിയാവും. ബാലിസ്റ്റിക് വിദഗ്ധർ ലെവിൻ കൊല്ലപ്പെട്ടത് .22 കാലിബറിലെ തോക്കിലാണെന്ന് കണ്ടെത്തുകയും ആ തോക്ക് മൈക്കിൾ ഹോളറുടെ കൈവശമുണ്ടായിരുന്ന തോക്കാണെന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ ആ നിമിഷം മൈക്കിൾ ഹോളർ അറസ്റ്റിലാകും.
അക്കാര്യം ഇപ്പോൾ മൈക്കിൾ ഹോളർക്ക് നന്നായിട്ട് അറിയാം. മൈക്കിൾ വാച്ചിലേക്ക് നോക്കുമ്പോൾ സമയം 12:30 ആകാൻ പോവുകയാണ്. മൈക്കിൾ ഉടൻ തന്നെ കോടതിയിലേക്ക് കയറി. മൈക്കിൾ കോടതിയിൽ കയറുമ്പോൾ ബാക്കി പലരും കോടതിയിൽ എത്തിയിട്ടുണ്ട്. കോടതി മുറിയുടെ ഏറ്റവും മുൻവശത്ത് മിന്റിന്റെ തൊട്ട് സമീപത്തായി സാക്ഷാൽ സ്മിത്സൺ ഇരിപ്പുണ്ട്. വാൻവിയാസ് കോടതികളിലെ എല്ലാത്തിൻ്റെയും അറ്റോർണിയായ ഡെപ്യൂട്ടി അറ്റോർണി സ്മിത്സൺ ഒരു മെറൂൺ കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. സകല ആളുകളും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ജഡ്ജി ഫുൾബ്രൈറ്റ് അവരുടെ സീറ്റിലേക്ക് വന്നു. ഫുൾബ്രൈറ്റ് സീറ്റിൽ വന്നിരുന്നതും അവർ പ്രോസിക്യൂഷന്റെ ഭാഗത്തേക്ക് നോക്കി. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, എൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് അത് സൂചിപ്പിച്ചത്. എന്താണത്? യുവർ ഓണർ, ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മിസ്റ്റർ മിൻറ്റൺ, അത് നിങ്ങളല്ലല്ലോ പറയേണ്ടത്. അങ്ങനെ ഫുൾബ്രൈറ്റ് പറഞ്ഞതും സ്മിത്സൺ എണീറ്റു. യുവർ ഓണർ, മിസ്റ്റർ ലൂയിസ് റൂലെക്കെതിരെയുള്ള കേസ് സ്റ്റേറ്റ് പിൻവലിക്കുകയാണ്. മിസ്റ്റർ സ്മിത്സൺ, നിങ്ങളങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകില്ല. എന്താണ് അതിൻ്റെ കാരണം എന്നുകൂടി പറയും. യുവർ ഓണർ, സ്റ്റേറ്റ് ചാർജ് ചെയ്ത കേസിൽ ചില പാകപ്പിഴകൾ ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടത്. കേസിൻ്റെ അന്വേഷണത്തിലും കേസ് ഫ്രെയിം ചെയ്തതിലും ഗുരുതരമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ്റ്റർ ലൂയിസ് റൂലെ പ്രതിയാക്കപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്തപ്പോൾ ലൂയിസ് റൂലെക്കെതിരെ ഞങ്ങൾ ചുമത്തിയ ചാർജുകൾ നിലനിൽക്കുന്നതല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് കേസ് പിൻവലിക്കാൻ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത്. സ്മിത്സന്റെ ആ വാചകം അടർന്നു വീണപ്പോൾ ഒരു ദീർഘനിശ്വാസം ഉതിർക്കുന്ന ശബ്ദം മൈക്കിൾ ഹോളറുടെ പുറകുവശത്ത് നിന്ന് കേൾക്കാം. ആ ദീർഘനിശ്വാസത്തിന്റെ ഉടമ സാക്ഷാൽ ആലിസ് മേരി വിൻസറാണ്. സ്മിത്സന്റെ അഭിപ്രായം കേട്ടതും ഫുൾബ്രൈറ്റ് സ്മിത്സനോട് പറഞ്ഞു, മിസ്റ്റർ സ്മിത്സൺ, നിങ്ങളുടെ അഭിപ്രായം കോടതി മുഖവിലേക്ക് എടുക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ഈ കേസുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു ഫോളോ അപ്പ് ഉണ്ടാവരുത്. അങ്ങനെ ഫുൾബ്രൈറ്റ് ആവശ്യപ്പെട്ടതും സ്മിത്സൺ ഉറക്കെ ഫുൾബ്രൈറ്റിനോട് പറഞ്ഞു, യുവർ ഓണർ, മിസ്റ്റർ ലൂയിസ് റൂലെക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഒരു തരത്തിലുള്ള കേസും ചാർജ് ചെയ്യുകയോ പ്രോസിക്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്നതല്ല. റെജിന ക്യാമ്പോക്കെ എതിരെയുള്ള കേസിൽ ഇനി ഒരു കാരണവശാലും സ്റ്റേറ്റ് ലൂയിസ് റൂലെക്കെതിരെ കേസ് എടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ലൂയിസ് റൂലെ റെജിന ക്യാമ്പോയുടെ കേസിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനായിരിക്കുന്നുവെന്നാണ് സ്റ്റേറ്റ് തന്നെ കോടതിയെ അറിയിച്ചത്. അത് കേട്ടതും ജഡ്ജി ഫുൾബ്രൈറ്റ് ഒറ്റ വരിയിൽ അവരുടെ വിധി പ്രഖ്യാപിച്ചു. മിസ്റ്റർ ലൂയിസ് റൂലെക്കെതിരെ കോടതിയിൽ സ്റ്റേറ്റ് ചുമത്തിയ കേസ് സ്റ്റേറ്റ് തന്നെ പിൻവലിച്ചിരിക്കുന്നുണ്ട്. ഈ കേസ് ഡിസ്മിസ് ചെയ്തായി ഞാനിത് അറിയിക്കുന്നു. ശരിക്കും ഒരു വല്ലാത്ത സന്തോഷം ലൂയിസ് റൂലെക്കും അതുപോലെ വിൻസർക്കും ഡോബ്സനും ഒക്കെ തോന്നിയ ആ നിമിഷത്തിൽ മേരി വിൻസർ അറിയാതെ അവിടെ കണ്ണ് തുടച്ചു പോവുകയാണ്. അവിടെ കണ്ണങ്ങനെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. കോടതി മുറിയിൽ നിന്ന് ആളുകൾ ഒന്നൊന്നായി ഒഴിഞ്ഞു തുടങ്ങി. ശരിക്കും നിരാശയോടെ ഇരിക്കുന്ന ടോഡ് മിന്റന്റെ അടുത്തേക്ക് മൈക്കിൾ ഹോളർ എത്തി. മൈക്കിൾ ഹോളറിനോടായി മിന്റൻ പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻ. ഏയ് മിന്റൻ, ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അതല്ല മിസ്റ്റർ ഹോളർ, ഇത് എൻ്റെ ആദ്യത്തെ കേസാണ്. ഞാൻ ഈ പ്രോസിക്യൂഷൻ മേഖലയിൽ വിജയിക്കില്ല എന്ന് ഒരു തോന്നൽ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഇനി എനിക്കൊരു കേസ് കിട്ടുമെന്ന് അറിയത്തില്ല. ഹേയ്, അങ്ങനെ അങ്ങ് നിരാശരാകാതെ കേസുകൾ വരികയും പോവുകയും ചെയ്യും. പഠിക്കുക, അവതരിപ്പിക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞ് ടോഡ് മിന്റന്റെ ഷോൾഡറിലൊന്ന് തട്ടിയിട്ട് മൈക്കിൾ ഹോളർ കോടതി മുറിയുടെ പുറത്തേക്ക് നടന്നു. ശരിക്കും പുറത്ത് മേരി വിൻസറും ഡോബ്സും ലൂയിസും ഒക്കെ വല്ലാത്ത ആഹ്ലാദത്തിലാണ്. ലൂയിസിനെതിരെയുള്ള റെജിന ക്യാമ്പോയുടെ കേസ് ഒരു വല്ലാത്ത കടുത്ത കേസായിരുന്നു. ആ കേസിൽ നിന്നാണ് ഇതാ മൈക്കിൾ ഹോളർ സുന്ദരമായി ലൂയിസിനെ ഊരിക്കൊണ്ടു വന്നിരിക്കുന്നത്. അതിൻ്റെതായ സന്തോഷം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കാനായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് മിസ്സസ് വിൻസർ മൈക്കിനോട് പറഞ്ഞപ്പോൾ മൈക്ക് വിൻസറോട് പറഞ്ഞു, ഹേയ് അത് വേണ്ട, എനിക്ക് ആ ജൂറി അംഗങ്ങളുടെ തീരുമാനങ്ങൾ കൂടി ഒന്ന് അറിയണം. ഏയ് മൈക്ക്, ഇനി എന്തിനാ ജൂറി അംഗങ്ങളുടെ തീരുമാനം അറിയുന്നത്? ജഡ്ജി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. മിസ്റ്റർ ഡോബ്സ്, അതല്ല, ഈ ജൂറി ഇതെങ്ങനെയാണ് കണ്ടതെന്ന് അറിഞ്ഞിരിക്കുന്നത് അടുത്ത കേസുകൾക്ക് അത് ശരിക്കും ഗുണം ചെയ്യും. ചെറുപ്പക്കാരനായ മൈക്കിൾ ഹോളർ കേസ് നടത്തിപ്പിൽ കാണിക്കുന്ന ആ ശുഷ്കാന്തി ഡോബ്സിന് ശരിക്കും ഇഷ്ടമായി. ഡോബ്സ് മൈക്കിൾ ഹോളറോട് പറഞ്ഞു, മിസ്റ്റർ ഹോളർ, സത്യമായിട്ടും നിങ്ങൾ എന്നെ വല്ലാതെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങളെ കേസ് ഏൽപ്പിക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മിസ്റ്റർ ലൂയിസ് നിർബന്ധപൂർവ്വം നിങ്ങളെ ഈ കേസിലേക്ക് കൊണ്ടുവന്നപ്പോൾ
ഞാനും അങ്ങ് സമ്മതിച്ചതാണ്. അങ്ങനെ പറയുമ്പോഴേക്കും ആ ഫ്ലോറിലേക്കുള്ള ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് 3 ആളുകൾ പുറത്തേക്ക് വന്നു. സെബലും ലാൻഫോർഡും ഡിറ്റക്റ്റീവ് കർട്ടനും പിന്നെ ബ്രൂക്കറുമാണ് അവിടേക്ക് എത്തിയത്. അവരോടൊപ്പം 2-3 പോലീസുകാരുമുണ്ട്. ആ ടീം ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മൈക്കൽ ഹോളർക്ക് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്ത് തുടങ്ങി. താനിതാ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. മൈക്ക് ലൂയിസിനെ നോക്കി. ലൂയിസിന്റെ മുഖത്തും ഒരു പുഞ്ചിരിയുണ്ട്. ലൂയിസിനെ ആ കേസിൽ നിന്ന് രക്ഷിച്ച മൈക്കൽ ഹോളറെ ഇതാ ഡിറ്റക്റ്റീവ്സ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു കാര്യം ലൂയിസിനും ഏതാണ്ട് ബോധ്യമായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ലൂയിസ് കൗതുകത്തോടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി മൈക്കിളിനെതിരെ നടന്നു വരുന്ന ആ ഡിറ്റക്റ്റീവ്സിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡിറ്റക്റ്റീവ്സ് നടന്ന് മൈക്കിളിനെ അടുത്തെത്തി. മിസ്റ്റർ ഹോളർ, നിങ്ങളുടെ വാദം ഞാൻ ശ്രദ്ധാപൂർവം കാണുകയായിരുന്നു. നിങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്താണ് കേസ് നടത്തിയെന്ന് എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി. കൺഗ്രാറ്റുലേഷൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാൻഫോർഡ് മൈക്കൽ ഹോളർക്ക് ഹാൻഡ് ഷേക്ക് ചെയ്യുകയാണ്. സെബലും ചിരിച്ചുകൊണ്ട് മൈക്കിളിനോട് അത് തന്നെ പറഞ്ഞു. ഇവര് രണ്ടുപേരും തന്നെ ഇതാ സുഖിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് മൈക്കിളിന് ഏതാണ്ട് ബോധ്യമായ സമയത്ത് മൈക്കിളിന്റെ അടുത്തേക്ക് വന്നിരുന്ന കർട്ടനും ബ്രൂക്കറും ലൂയിസിന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ലൂയിസ്, ഒരു നിമിഷം ഒരു കാര്യം പറയാനുണ്ടേ. അങ്ങനെ പറഞ്ഞിട്ട് ലൂയിസിനെ അവർ രണ്ടുപേരും കൂടി മാറ്റി നിർത്തുമ്പോൾ ലൂയിസിന്റെ മുഖത്ത് ഒരു കൗതുകം. തന്നോട് ഇവർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ലൂയിസ് ആലോചിക്കുമ്പോൾ കർട്ടൻ ലൂയിസിനോട് പറഞ്ഞു, മിസ്റ്റർ ലൂയിസ്, യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ പറഞ്ഞേ? മിസ്റ്റർ ലൂയിസ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. എന്നെ അറസ്റ്റ് ചെയ്യുന്നു? എന്തിന്? മിസ്റ്റർ ലൂയിസ്, നിങ്ങൾ ഒരു സ്ത്രീയെ പരസ്യമായി കൊന്നു എന്നത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മിസ്റ്റർ കർട്ടൻ, ആ കോർലിസ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിന് നിങ്ങൾ എന്നെ എന്തിനാ പിടിക്കുന്നത്? കോടതി മുറിയിൽ സ്നേക്ക് ഡാൻസ് കളിച്ച ഒരാളെ ലൂയിസ് കൊന്നു എന്ന് കോർലിസ് പറഞ്ഞത്. ഒരു കള്ളസാക്ഷി എന്തെങ്കിലും കള്ളത്തരം വിളിച്ചു പറഞ്ഞാൽ അതിന് പേരിൽ ലൂയിസിനെ പിടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ലൂയിസ് അത് പറഞ്ഞതും ലൂയിസിന്റെ തൊട്ടു പുറകിലേക്ക് എത്തിയ ഡിറ്റക്റ്റീവ് ബ്രൂക്കർ ലൂയിസിന്റെ ഇരു കൈകളും പുറകിൽ കൂടെ പിടിച്ചു. ശരിക്കും ഒരു പൂട്ടിട്ട് പിടിക്കുമ്പോൾ അയാൾ പിടിക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ട മേരി വിൻസറും ഡോബ്സും ശരിക്കും ഞെട്ടി തന്നെ പറയാം. ലൂയിസിനെ പെട്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറകിലൂടെ അങ്ങനെ പിടിച്ചതും ഡോബ്സും മിൻസറും ഓടി അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് കർട്ടനാണ്. കർട്ടൻ ഡോബ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ഡോബ്സ്, ഈ ലൂയിസ് റൂലെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കർട്ടൻ പറയുമ്പോഴേക്കും അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ 2 പോലീസുകാർ ബ്രൂക്കർ പുറകിലേക്ക് പിടിച്ചു വെച്ച ലൂയിസിന്റെ കയ്യിലേക്ക് വിലങ്ങ് ഹടിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശരിക്കും ബന്ധിതനായ ലൂയിസിനുമായി ബ്രൂക്കർ പറഞ്ഞു, മിസ്റ്റർ ലൂയിസ്, നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ കളക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ഒരു കൊലപാതകിയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ലൂയിസിനെ ബലമായി തള്ളി ലിഫ്റ്റിന് നേരെ കൊണ്ടുപോവുകയാണ്. അത് കണ്ട വിൻസർ പെട്ടെന്ന് അവരുടെ ഇടയിൽ കയറിയിരുന്നു. ഇത് പറ്റത്തില്ല, നിങ്ങൾ ഈ കാണിക്കുന്ന അനീതിയാണ്. മിസ്സസ് മേരി വിൻസർ, നിങ്ങൾ നിയമത്തെ എതിർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെയും നടപടി എടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞിട്ട് കർട്ടൻ മേരി വിൻസറെ ഇടതുവശത്തേക്ക് ഒന്ന് തള്ളി മാറ്റുന്നു. ഡോബ്സ് മേരി വിൻസറെ പിടിച്ചു മാറ്റി. ഡോബ്സിന് അറിയാം ആ സമയത്ത് പോലീസിന് എതിരെ കയറി നിൽക്കുന്നത് തികച്ചും അപകടകരമാണെന്ന്. ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് സാക്ഷാൽ മൈക്കൽ ഹോളർ. മൈക്കൽ ഹോളറുടെ മുഖത്തെ അമ്പരപ്പ് കണ്ടതും ലാൻഫോർഡ് മൈക്കൽ ഹോളറോട് പറഞ്ഞു, മിസ്റ്റർ ഹോളർ, എനിക്കറിയാം നിങ്ങൾ ഞങ്ങളെ കണ്ട് ലേശമൊന്ന് ഭയന്നിട്ടുണ്ടെന്ന്. ആ ഭയപ്പെടുത്തൽ ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. മിസ്റ്റർ ഹോളർ, നിങ്ങൾ ഇപ്പോഴും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ലെവിന്റെ കേസ് നിങ്ങളുടെ മുകളിൽ ഉണ്ട്. പക്ഷെ ഇവിടെ ലൂയിസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെയുള്ള ആ കേസുമായി കണക്ട് ചെയ്തിട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് സെബലും ലാൻഫോർഡും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ആ നിമിഷത്തിൽ നിശ്ചലനായി നിൽക്കുകയാണ് സാക്ഷാൽ മൈക്കൽ ഹോളർ. അയാൾ ഒരു കേസിൽ നിന്ന് ലൂയിസ് റൂലെ ഊരിക്കൊണ്ടു വന്നതേ ഉള്ളൂ. ഇപ്പോ അതേ ലൂയിസ് റൂലെ അടുത്ത നിമിഷത്തിൽ വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലൂയിസിനെയും കൊണ്ട് പോലീസ് ലിഫ്റ്റ് വഴി താഴേക്ക് പോകുമ്പോൾ മേരി വിൻസർ ഓടി ഹോളർ അടുത്തേക്ക് വന്നു. മിസ്റ്റർ മൈക്ക്, ദയവായി എന്റെ മോനെ രക്ഷിക്കണം. മിസ്സസ് വിൻസർ, സോറി, ഈ കേസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഈ കേസിൽ ഞാൻ നേരത്തെ മറ്റൊരാൾക്ക് വേണ്ടി ഹാജരായതാണ്. ഇനി അതേ കേസിൽ എനിക്ക് ആള് മാറാൻ പറ്റില്ല. മെൻഡസിന് വേണ്ടി ഈ കേസിൽ വാദിച്ചത് സാക്ഷാൽ മൈക്കൽ ഹോളറാണ്. മെൻഡസ് നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന പോലീസ് അതേ കേസിൽ ലൂയിസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മെൻഡസിന്റെ വക്കീലായ മൈക്കലിന് ഒരിക്കലും പ്രതിയായ
ലൂയിസിന് വേണ്ടി അതേ കേസിൽ ഹാജരാകാൻ പറ്റി. ആ കാര്യം മൈക്കിളിന് ബോധ്യമുള്ളത് കൊണ്ടാണ് മൈക്കിൾ വിൻസറോട് അങ്ങനെ പറഞ്ഞത്. മൈക്കിളിന്റെ മറുപടി കേട്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ ഏതാണ്ട് ഞെട്ടിത്തിരിച്ച് നീക്കിയാണ് മേരി വിൻസർ. അവരെ നോക്കിയിട്ട് മൈക്കിൾ അതിവേഗം ലിഫ്റ്റിൽ താഴേക്ക് നീങ്ങി. മൈക്കിന്റെ ലിങ്കൻ കാറിലേക്ക് കയറി വീട്ടിലേക്ക് തിരിച്ചപ്പോൾ ആദ്യത്തെ കോള് സാക്ഷൽ മാഗിയുടെയാണ്. മാഗി ശരിക്കും സന്തോഷത്തിലാണ്. ഹേയ് മൈക്ക്, അങ്ങനെ ആ കേസ് വിജയിച്ചു അല്ലേ? എനിക്കറിയാമായിരുന്നു മൈക്ക് നിങ്ങളെ വിജയിക്കുള്ളൂ. മാഗി എന്തെങ്കിലും സന്തോഷ വാർത്ത പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൈക്കിന് അത് വലിയ സന്തോഷമാണ്. മൈക്കും ശരിക്കും സന്തോഷത്തോടുകൂടി മാഗിയോട് സംസാരിച്ചത്. ആ സന്തോഷം സ്വാഭാവികമായിട്ടും ലോർണ ടൈലർ വിളിച്ചപ്പോഴും ഉണ്ടായിരുന്നു. അതിനുശേഷം വാലൻസിനെ വിളിച്ചപ്പോഴും ആ സന്തോഷം മൈക്ക് പങ്കുവച്ചു. ശരിക്കും സന്തോഷകരമായ ഏതാനും മണിക്കൂറുകൾ അങ്ങനെ കടന്നുപോയി. രാത്രി 9 മണിയായപ്പോൾ മൈക്കിന് ഒരു കോള് വന്നു. വിളിച്ചത് വാലൻസുലയാണ്. വാലൻസുല മൈക്കിനോട് പറഞ്ഞു, മൈക്ക് അറിഞ്ഞില്ലേ എന്ത്, ആ ലൂയിസ് റൂലയെ അവര് അങ്ങ് വിട്ടായിരുന്നു. ലൂയിസ് റൂലെ വിട്ടെന്നോ? അതേന്ന്. ഏകദേശം 9 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് അവർ വിട്ടിരിക്കുകയാണ്. ഈ പോലീസ് എന്താ ചെയ്യുന്നത്? അവൻ ക്രിമിനൽ അല്ലേ? അങ്ങനെ മൈക്ക് പറഞ്ഞതും മൈക്കിന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയമുണ്ടാവുകയാണ്. ലൂയിസ് റൂലെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മൈക്കിനോട് റൂലെ വീണ്ടും ആ ചോദ്യം ചോദിച്ചിരുന്നു. ആ സ്നേക്ക് ഡാൻസുകാരിയെ കുറിച്ചുള്ള കാര്യം കോളിസിനോട് പറഞ്ഞത് മൈക്കല്ലേ എന്നാണ് അയാൾ ചോദിച്ചത്. യഥാർത്ഥത്തിൽ കോളിസിനോട് ആ വിവരങ്ങൾ പങ്കുവച്ചത് മൈക്കിന്റെ ആ കൂട്ടുകാരിയാണ്. മൈക്ക് ഫ്രീ ആയിട്ട് വാദിക്കുന്നു എന്ന് ലോർണ ടൈലർ എപ്പോഴും പരാതി പറയുന്ന ആ കൂട്ടുകാരി ആ ആശുപത്രിയിലെ സേവനം നടത്തുന്നിടയിൽ ആ സേവനത്തിനെത്തിയ കോളിസിനോട് കൃത്യമായിട്ടും ആ കഥ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അവൾ പറഞ്ഞ കഥ അതുപോലെ തന്നെ കോടതിയിൽ അയാൾ പറയുകയായിരുന്നു. താൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കഥ എങ്ങനെ കോടതിയിൽ കോളിസ് വിളിച്ചു പറഞ്ഞു എന്ന കാര്യം ലൂയിസിന് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ലൂയിസിന് സംശയം പൂർണ്ണമായും മൈക്കിനെയാണ്. ഇപ്പൊ പോലീസ് ലൂയിസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസിൽ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ട ജീസസ് മെൻഡസിന് വേണ്ടി കോടതിയിൽ അന്ന് ഹാജരായിരുന്നത് സാക്ഷൽ മൈക്കിൾ ഹോളറാണ്. മൈക്കിൾ ഹോളർ ആ വിവരങ്ങൾ കോളിസുമായി പങ്കുവച്ചതായിരിക്കുമെന്നാണ് ലൂയിസിന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ലൂയിസ് വീണ്ടും മൈക്കിനോട് ആ കാര്യം ചോദിച്ചുകൊണ്ടിരുന്നത്. അതേ ലൂയിസ് ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് വാലൻസുല പറഞ്ഞപ്പോൾ വാലൻസുലയോടായി മൈക്ക് ചോദിച്ചു, ഫെർണാണ്ടോ അവന്റെ ട്രാക്കിംഗ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ലേ? അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ ഞാൻ അഴിച്ചു കൊടുത്തിട്ടില്ല. അവനത് അഴിച്ചു കിട്ടാൻ വേണ്ടി നാളെ എന്തായാലും എന്നെ സമീപിക്കും. വാലൻസുല, ഇന്ന് എനിക്കൊന്നും ഒരു ഭയം തോന്നുന്നു. ഒരു കാര്യം ചെയ്യാവോ? ഇന്ന് ഒന്ന് ട്രാക്ക് ചെയ്യാവോ അവൻ എങ്ങോട്ട് പോയാലും ആ വിവരം എന്നെ അറിയിക്കണം. ഓക്കെ മൈക്ക്, ഞാനത് ചെയ്യാം. വാലൻസുല ലൂയിസിന്റെ കാലിലെ ആ ട്രാക്കിംഗ് ഡിവൈസ് അഴിച്ചു കൊടുത്തതുകൊണ്ടാണ് ലൂയിസ് ലെവിനെ വെടിവെച്ച് കൊന്ന കേസ് തെളിയിക്കാൻ പറ്റാതെ പോയെന്നുള്ള ഒരു വിശ്വാസം മൈക്കിന് ഉണ്ടെങ്കിലും മൈക്ക് അവസാന നിമിഷം വീണ്ടും വാലൻസുലയോട് തന്നെ സഹായം ചോദിക്കുകയാണ്. സമയം അതിവേഗം അങ്ങനെ എഴിഞ്ഞു പോവുകയാണ്. മൈക്കിന് വീട്ടിലിരുന്നിട്ട് അങ്ങോട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. മൈക്ക് ഏകദേശം 10 മണിയായപ്പോൾ ഗുണ്ടത്തലവൻ വൈബലിനെ വിളിച്ചു. വൈബലിന്റെ കൂട്ടത്തിലെ ഹറോൾഡ് ചേസിനെ കോടതിയിൽ നിന്ന് രക്ഷിച്ചത് മൈക്കാണ്. മൈക്ക് വൈബലിനെ വിളിച്ചിട്ട് വൈബലിനോട് പറഞ്ഞു, വൈബൽ, എനിക്ക് ഒരു സഹായം വേണം. മിസ്റ്റർ മൈക്ക്, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് പറഞ്ഞോളൂ. എന്ത് സഹായം ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ്. മിസ് വൈബൽ, നിങ്ങളുടെ ആളുകൾ ഇന്ന് രാത്രി എന്റെ ഭാര്യയും കൂട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഒന്ന് പോകണം. അവിടെ കാവലുണ്ടാവണം. മൈക്ക്, എന്തു പറ്റി? വൈബൽ, ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഒരു ആക്രമണം ആ വീട്ടിലേക്ക് നടക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ദയവായി നിങ്ങൾ അതുവരെ ഒന്ന് പോകണം. അങ്ങനെ പറഞ്ഞിട്ട് മൈക്ക് വൈബലിന് ആ അഡ്രസ്സ് സെൻഡ് ചെയ്ത് കൊടുത്തു. അഡ്രസ്സ് സെൻഡ് ചെയ്തതിന് ശേഷം മൈക്ക് മാഗിയെ വിളിച്ചു. മാഗിയെ ഫോണിൽ കണക്ട് ചെയ്തതും മൈക്ക് മാഗിയോട് പറഞ്ഞു, മാഗി, ആ ലൂയിസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എനിക്കെന്തോ പേടി തോന്നുന്നു. അവൻ നമ്മുടെ മകളെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൈക്ക് എന്തായി പറയുന്നത്? മൈക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട ആള് നമ്മുടെ മോളെ ടാർഗറ്റ് ചെയ്യുന്നു. എന്തൊക്കെ വിഡിത്തോ പറഞ്ഞ്? മാഗി, ഞാൻ പറഞ്ഞത് ശരിയാണ്. അവൻ അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ കോടതി പോയത്. ശരിക്കും മാഗിയെ ടെൻഷനാക്കുന്ന ശൈലിയിൽ മൈക്കിൾ ഹോളർ പറഞ്ഞപ്പോൾ മാഗി മൈക്കിളിനോട് എന്നിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അവരുടെ എല്ലാ സ്വപ്നവും അവരുടെ മകൾ ഹെയ്ലിസിലായിരിക്കുന്നത്. ആ ഹെയ്ലിസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അക്രമി അവരുടെ വീട്ടിലേക്ക് ആ രാത്രി ഇരച്ചു കയറുമെന്ന് മൈക്ക് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി അതിന്റെ കാരണക്കാരനായി അവൾ കണ്ടത് മൈക്കിനെ തന്നെയാണ്. മൈക്ക് മാഗിയോട് പറഞ്ഞു, മാഗി, ഇനി ഒന്നും സംസാരിക്കണ്ട. നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു കിടക്കണം. അവൻ അവിടെ എത്തുമ്പോൾ നീ മകളും അവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ
മാഗിയോട് പറഞ്ഞിട്ട് മൈക്ക് ഫോൺ കട്ട് ചെയ്തു. സമയം അതിവേഗം കടന്നു പോവുകയാണ്. ഇതിനിടയിൽ മഴ ആരംഭിച്ചു. അതിശക്തമായി വീടിന് മുകളിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം മൈക്കിന് കേൾക്കാം. മൈക്ക് വീടിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അയാളുടെ പരിചയക്കാരനായ ഒരു ഗുണ്ടാ തലവനെ വിളിച്ച് കുറെ ആളുകളെ ഭാര്യയെ സംരക്ഷിക്കാനായി അയച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് ഭാര്യയും മകളെയും വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അവിടേക്ക് എത്തുന്ന ലൂയിസ് റൂളിലേക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാൻ വേണ്ടിയാണ് ആ ശൈലിയിൽ ഒരു അറേഞ്ച്മെന്റ് മൈക്കിൾ ചെയ്യുന്നത്. ആ വീടിന് ചുറ്റും ഗുണ്ടകളുടെ സാന്നിധ്യമുണ്ടെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ലൂയിസ് റൂലെ ആ വീട് ആക്രമിക്കാതെ പിന്തിരിയുമെങ്കിലും ആ വീട്ടിലാണ് മാഗിയും മകളും ഉള്ളതെന്ന ധാരണ അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അയാളുടെ ശ്രദ്ധ പൂർണ്ണമായി ആ വീടായിരിക്കും. അവിടെ ഗുണ്ടകളുടെ ഒരു കാവല് കുറെ ദിവസം നിലനിർത്തിയാൽ ലൂയിസ് റൂലെ സ്വാഭാവികമായിട്ടും ആ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയും. അങ്ങനെ ഒരു വിശ്വാസമാണ് മൈക്കിളിന് ആ സമയത്തുണ്ടായത്. 1-2 ദിവസത്തെ ഒരു കേസേ ഉള്ളൂ. അതിനിടയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് മൈക്കിൾ ഹോളർക്കുള്ളത്. അങ്ങനെ പ്രതീക്ഷയോടുകൂടി മൈക്കിൾ ഹോളർ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ. അയാളുടെ മകളെയും അതുപോലെ ഭാര്യയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആളുകളെ ഉപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു ശരിയാണോ? അങ്ങനെ ഒരു ചോദ്യമാണ് മൈക്കിളുടെ മനസ്സിലേക്ക് വന്നത്. ആ ചോദ്യം മനസ്സിലേക്ക് വന്നതും മൈക്ക് അയാളുടെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് അയാൾ വാങ്ങിച്ചു വെച്ച് തോക്കെടുത്ത് കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആകാറായിരിക്കുകയാണ്. തോക്ക് പോക്കറ്റിലേക്ക് ഇട്ട മൈക്ക് മാഗിയുടെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ചു. ആ ലാൻഡ് നമ്പറിലെ ഫോണ് അടിച്ചു നിന്നതല്ലാതെ ആരും കോൾ എടുത്തില്ല. അതിൻ്റെ അർത്ഥം മാഗിയും മകളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ്. അവർ സുരക്ഷിതമായി മൈക്ക് നിർദ്ദേശിച്ച പ്ലേസിലേക്ക് നീങ്ങിയിരിക്കുകയാണെന്ന് മൈക്കിന് തോന്നിയെങ്കിലും അത് കൺഫേം ആക്കാൻ വേണ്ടി മൈക്ക് മാഗിയെ അവളുടെ മൊബൈലിലേക്ക് വിളിച്ചു. മാഗിയെ മൊബൈലിൽ വിളിച്ചപ്പോൾ ഫോണ് കണക്റ്റ് ആയില്ല. ഫോൺ കണക്റ്റ് ആവാതെ വന്നതും മൈക്കിന് ആകെ ഒരു കൺഫ്യൂഷനായി. താൻ പറഞ്ഞ സ്ഥലത്തേക്ക് മാഗിക്ക് എത്താൻ പറ്റിയില്ലേ? അങ്ങനെ ചോദ്യമാണ് മൈക്കിളിന്റെ മനസ്സിൽ വന്നത്. സംശയം തോന്നിയ മൈക്ക് അയാളുടെ കോട്ടിന്റെ വലത് പോക്കറ്റിൽ ആ തോക്കുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് നേരെ ചെന്ന് വാതിൽ തുറന്നു. ആ രാത്രിയിൽ ആ മഴയത്ത് അപ്പോൾ തന്നെ മാഗിയും മകളുമുള്ള വീട്ടിലേക്ക് പോകാനാണ് മൈക്ക് തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് മൈക്ക് വാതിൽ തുറന്നത്. മൈക്ക് വാതിൽ തുറന്നതും വാതിലിന് അപ്പുറത്ത് ഒരാൾ മൈക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വാതിൽ മൈക്ക് തുറന്ന ആ നിമിഷത്തിൽ മൈക്കിനെ തന്നെ നോക്കി നിൽക്കുന്ന ആള് മൈക്കിനെതിരെ നിറയൊഴിച്ചു. ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു ആ സംഭവം. വെടിയേറ്റ് മൈക്ക് പുറകോട്ട് തെറിച്ചു. മൈക്ക് പുറകോട്ട് തെറിച്ച് വീണതും മൈക്കിനെ വെടിവെച്ച ആള് അകത്തേക്ക് കടന്നു. ആ വ്യക്തി മൈക്കിന്റെ മുന്നിലേക്ക് വന്നതും മൈക്കിന്റെ വലത് കൈ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിൽ ഒരു തോക്കുണ്ട്. മൈക്കിന്റെ കയ്യിലെ തോക്ക് മൈക്കിനെ വെടിവെച്ച ആളെ കാണുന്നതിന് മുമ്പേ മൈക്ക് ട്രിഗറിൽ വിരലമർത്തി. തറയിൽ കിടന്നുകൊണ്ടാണ് മൈക്ക് വെടിവെക്കുന്നത്. ആ വെടിയുണ്ട മൈക്കിനെതിരെ നടന്നു വരുന്ന ആ വ്യക്തിയുടെ നെഞ്ചിലേക്ക് തന്നെ തുളച്ചു കയറുകയാണ്. വെടിയേറ്റ് ആ വ്യക്തി ശരിക്കും പുറകോട്ട് തെറിച്ച് വാതിലിടിച്ച് താഴേക്ക് വീണു. ഈ സമയത്ത് ആ വീട്ടിലേക്കുള്ള സ്റ്റെപ്പുകൾ ആരൊക്കെയോ ഓടിക്കയറുന്ന ശബ്ദം മൈക്കിന് കേൾക്കാം. വീടിനകത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് മൈക്ക് വാതിൽ തുറന്നത്. അതുകൊണ്ട് തന്നെ മൈക്ക് കിടക്കുന്ന സ്ഥലത്ത് ലൈറ്റൊന്നുമില്ല. അകത്തേക്ക് ഓടി വരുന്ന ആളുകളുടെ കയ്യിൽ ടോർച്ചുണ്ട്. ടോർച്ച് ആ വീടിനകത്തേക്ക് അടിച്ചുകൊണ്ട് അവർ ഉറക്കെ പറയുകയാണ്, ഏയ് തോക്ക് താഴെയുടെ, തോക്ക് താഴെയുടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറിയത് സെബലാണ്. സെബലിന്റെ തൊട്ടുപുറകെ ലാൻഡ് ഫോർഡുമുണ്ട്. അവർ രണ്ടുപേരുടെ കയ്യിലും ഗണ്ണുണ്ട്. ആ രണ്ടുപേരും അകത്തേക്ക് ഓടിക്കയറുന്ന കണ്ടതും വെടിയേറ്റ് താഴെ വീണ് കിടക്കുന്ന മൈക്ക് അയാളുടെ കയ്യിലെ തോക്ക് താഴെയിട്ടു. ടോർച്ച് തെറിച്ചുകൊണ്ട് മൈക്കിനടുത്തേക്ക് വന്ന സെബൽ മൈക്കിന് അടുത്ത് കിടക്കുന്ന തോക്ക് കാലുകൊണ്ട് അല്പം ദൂരേക്ക് തട്ടി മാറ്റി. മൈക്കിന് ആ തോക്ക് എടുക്കാൻ പറ്റാത്ത ദൂരത്തേക്കാണ് അത് തട്ടി മാറ്റിയത്. അതിനുശേഷം അവർ ടോർച്ച് ചുവരിലേക്ക് അടിച്ചിട്ട് ലൈറ്റ് സ്വിച്ചുകൾ കണ്ടുപിടിച്ച് ലൈറ്റ് ഓണാക്കി. ലൈറ്റുകൾ ഓണായതും മുറി നിൽക്കുന്ന സെബലിനെയും ലാൻഡ്ഫോർഡിനെയും മൈക്കിന് നന്നായിട്ട് കാണാം. മൈക്കിന്റെ അടുത്തേക്ക് കുനിഞ്ഞ് മൈക്കിനെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്ന സെബലിനോടായി മൈക്ക് പറഞ്ഞു, സെബൽ, എന്റെ ഭാര്യയും മകളും, ഏയ് മൈക്ക് പേടിക്കണ്ട, അവര് സുരക്ഷിതരാണ്. മൈക്കിനെ സെബലും ലാൻഡ്ഫോർഡും കൂടി എടുത്ത് അവിടെയുള്ള സോഫയിലേക്ക് ചാരി ഇരുത്തുമ്പോഴാണ് മൈക്ക് താഴെ വെടിയേറ്റ് വീണ് കിടക്കുന്ന ആളെ കൃത്യമായി കാണുന്നത്. അത് സാക്ഷാൽ ആലിസ് മേരി വിൻസറാണ്. അവരുടെ കയ്യിൽ നിന്ന് വീണ് കിടക്കുന്ന തോക്കും ഇപ്പോൾ മൈക്കിന് കാണാം. മൈക്കിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട
ആ .22 കാലിബർ തോക്കാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. മൈക്കിന് കഥ ഇപ്പോൾ മനസ്സിലായി. ലെവിനെ വെടിവെച്ച് കൊന്നത് ലൂയിസ് അല്ല, മറിച്ച് മേരി വിൻസറാണ്. മേരി വിൻസർ അവരുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഏത് അളവ് വരെ പോകുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ലെവിൻ്റെ കൊലപാതകം. ലെവിനെ കൊന്നതുപോലെ അവർ മൈക്കലിനെയും കൊല്ലാൻ തീരുമാനിച്ചുറച്ചാണ് മൈക്കലിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അടുത്ത ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആംബുലൻസ് എത്തി, മറ്റ് സംവിധാനങ്ങളിലേക്ക് എത്തി. മൈക്കലിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, വിൻസറെ മോർച്ചറിയിലേക്ക്. ഒറ്റ വെടിയിൽ മൈക്കൽ വിൻസറെ കൊന്നിരിക്കുകയാണ്. ശരിക്കും പോയിന്റ് ബ്ലാങ്കിലായിരുന്നു മൈക്കൽ വിൻസറെ വെടിവെച്ചത്. ഇതിനിടയിൽ മാഗിയും ഹെയ്ലസിനെയും തിരക്കിറങ്ങിയ ലൂയിസിനെ പോലീസ് പൊക്കിയിരുന്നു. ശരിക്കും പോലീസ് വളരെ ഭംഗിയായി ഒരു നാടകം ഒരുക്കിയായിരുന്നു. ആ നാടകത്തിൽ അറിയാതെ ലൂയിസും അവൻ്റെ അമ്മയും അഭിനയിച്ചു പോയതാണ്. അവർ കരുതി ലൂയിസിനെ പോലീസ് സംശയമൊന്നുമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതാണെന്നാണ്. ആ രാത്രിയിൽ തന്നെ പ്രതികാരം വീട്ടാനായി പുറത്തിറങ്ങിയതാണ് ലൂയിസും അവൻ്റെ അമ്മയും. ലൂയിസ് മാഗിയും ഹെയ്ലസിനെ തിരക്കി ഇറങ്ങിയപ്പോൾ മാഗി മൈക്കലിന്റെ വീട്ടിലേക്ക് വന്നതാണ്. ആശുപത്രി വെച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ മൈക്കൽ അറിയുന്നത്. ലൂയിസിനെ രക്ഷിക്കാൻ വേണ്ടി ആലിസ് മേരി വിൻസർ കോടതി പറഞ്ഞ ആ റേപ്പ് കേസ് 100% കളവായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ലൂയിസും മേരിയും കൂടി ആലോചിച്ചുറച്ച് ഒരു കഥയുണ്ടാക്കി ആ കഥ അവിടെ കോടതിയിൽ നിന്ന് പറഞ്ഞതാണ്. ശരിക്കും ലൂയിസിനെ രക്ഷിക്കാൻ വേണ്ടി മേരി ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായത് കൊണ്ടാണ് അത്തരൊരു കഥ കോടതി പറയാൻ തയ്യാറായത് തന്നെ. ലൂയിസ് റൂലെ അറസ്റ്റിലായതോടുകൂടി അതേ കേസിൽ ജയിലിലായിരുന്ന മെൻഡസ് മോചിപ്പിക്കപ്പെട്ടു. മെൻഡസ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആശുപത്രി തന്നെയാണ് നമ്മുടെ കഥാനായകൻ മൈക്കൽ ഹോളർ ഉള്ളത്. മൈക്കൽ ഹോളർ ഏകദേശം 4 മാസത്തോളം ആശുപത്രി തന്നെയായിരുന്നു. ഈ സമയത്ത് മൈക്കലിനെ സന്ദർശിച്ചിരുന്ന സെബലും ലാൻഡ്ഫോർഡും ബാലിസ്റ്റിക് വിദഗ്ധരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് മൈക്കലിനെ ധരിപ്പിച്ചിരുന്നു. മൈക്കലിന്റെ തോക്ക് ഉപയോഗിച്ച് തന്നെയാണ് ലെവിൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ആ തോക്ക് ഉപയോഗിച്ചിരുന്നത് ആലിസ് മേരി വിൻസർ ആണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് എളുപ്പം പറ്റിയതുകൊണ്ട് ആ കേസിൽ നിന്ന് സ്വാഭാവികമായിട്ടും മൈക്കൽ ഹോളർ രക്ഷപ്പെട്ടതാണ്. മൈക്കൽ ഹോളറുമായി ബന്ധപ്പെട്ട കഥകൾ ഇതുപോലെ ഒരുപാടുണ്ട്. ആ കഥകൾ മറ്റൊരു ദിവസത്തിൽ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ നമ്മളൊരു പുതിയ കഥാപാത്രവുമായി രംഗത്ത് വരികയാണ്. ലെവി ഗാരിസിനെ പോലെ അല്ലെങ്കിൽ ഡസൻ റൈസിനെ പോലെ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രമാണ് പുതിയ കക്ഷി. ആ കക്ഷിയുടെ കഥയ്ക്ക് വേണ്ടി എല്ലാവരെയും തിങ്കളാഴ്ച ഈ ചാനലിലേക്ക് വീണ്ടും ക്ഷണിച്ചുകൊണ്ട് ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ലിങ്കൺ ലോയറുടെ കഥ എന്നോടൊപ്പം കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.